നമ്മൾ ഈ പോത്തിനും കാളയ്ക്കൊക്കെ അകിട് ഫിറ്റ് ചെയ്യുന്നു. നല്ല ക്വാളിറ്റി ഉള്ള പാല് നാട്ടുകാർക്ക് കൊടുക്കുന്നു. എന്റെ പൊന്നി നൈസ് ഐഡിയ. രാവിലെ തുടങ്ങിയല്ലോ. ഇത് വേറെങ്ങുമില്ല, നല്ല പ്രൂവൻ ടെക്നോളജിയാ. ആരെയും കാണുന്നില്ലല്ലോ. ചൈനയിൽ നിന്ന് സാധനം വരുന്നേ. പൈസ അയച്ചു കൊടുത്തായിരുന്നു. എത്ര ദിവസമായി? 4 മാസമായി. സാധനം ഇപ്പൊ വരും. എനിക്ക് ഐഡിയ എവിടെ കിട്ടി? ഇൻസ്റ്റാഗ്രാമിലെ കമന്റ് സെക്ഷനിൽ നിന്നാ. ഇത് മാത്രല്ല, ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. വേറെ എന്തൊക്കെയുണ്ട്? ഈ ബിരിയാണിക്കകത്തിലെ ആണയുണ്ടല്ലോ, അത് നമ്മുടെ ചുറ്റി വെച്ചിട്ട് ഇങ്ങനെ പറിച്ചു കൊടുക്കുക. പിന്നെ മിച്ചറിനകത്തിലെ കപ്പലണ്ടി വേർതിരിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ മിച്ചർ സൗണ്ടില്ലാതെ തിന്നാൻ പഠിപ്പിക്കുക. ഈ 100 ചെറുനാരങ്ങ അടങ്ങിയ ഒരു സോപ്പ് ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ 100 ചെറുനാരങ്ങ വേർതിരിച്ചു കൊടുത്തിട്ട് 100 വെച്ചിട്ട് 100 നാരങ്ങളുണ്ടായി കൊടുക്കുക. വേറെ വെറൈറ്റി ഉണ്ടോ? നമ്മുടെ ഈ കട്ടുറുമ്പിനെ സുന്നത്ത് ചെയ്യുക. ഈ കട്ടുറുമ്പിന്റെ ഒടിഞ്ഞു പോയ കൊമ്പുണ്ടല്ലോ, വേർതിരിച്ചെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ വാഴയില് തേങ്ങ വികസിപ്പിച്ചു കൊടുക്കുക. എടാ മക്കളെ, ഈ പൂവൻ കോഴിയും കൊണ്ട് മുട്ടയടിപ്പിക്കുന്ന ടെക്നോളജി ഉണ്ടോടാ? അമ്മാവ അത് മാത്രല്ല, നമ്മുടെ മിന്നാമിനിങ്ങടെ കുണ്ടിയിലെ ബൾബ് വരെ മാറ്റി കൊടുക്കുന്നുണ്ട്. എല്ലാം പ്രൂവൻ ടെക്നോളജിയാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ജോലിയില്ലായ്മ എല്ലാം മാറും. ഈ ടൈഗർ ബിസ്കിലെ ടൈഗറിനെ വേർതിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അച്ചാടെ പോവാ മോനെ. പൊഴിഞ്ഞ റബ്ബറിന്റെ അല്ലേ തിരിച്ചൊട്ടിക്കുന്ന ടെക്നോളജി നീ എനിക്ക് പറഞ്ഞു തന്നില്ലായിരുന്നോ? അതിന് പോവാ. അച്ഛന് നീ ഇൻസ്റ്റ എടുത്തല്ലേ? ഏറെക്കുറെ. ചേട്ടാ ഒന്നിങ്ങോട്ട് വരുവോ? എന്താ ഏട്ടാ? ആ ചെവി ഒന്ന് അടയ്ക്കാവോ? വല്ലതും കേൾക്കുന്നുണ്ടോ? വല്ലതും കേൾക്കുന്നുണ്ടോ? എന്തിനാണോ അടിച്ചേ? ഇൻസ്റ്റഗ്രാമിനകത്തെ ശബ്ദമില്ലാതെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കുമെന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടായിരുന്നു. അതിന് താഴെ വന്ന് ചേട്ടൻ കമന്റ് ചെയ്തായിരുന്നു വേണോന്ന്. ആ കമന്റ് ഇട്ടത് ഞാനാ. ആ ജോലിക്ക് വന്നോ. ഇനി ശബ്ദമില്ല ചെവിക്കൽ അടിച്ചു പൊട്ടിക്കണോ? അയ്യോ വേണ്ട, പൊക്കോ. എടാ ഞാനിങ്ങനെ തുമ്പിയെ കൊണ്ട് കല്ലെടുക്കാൻ പഠിപ്പിച്ചാലോ എന്നൊരു ഐഡിയ. അതല്ലേ? എടാ മക്കളെ, ഇങ്ങനെ മണ്ടത്തരം കാണിക്കാതെ. എടാ മക്കളെ, ഈ രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേ. എന്ത്? എടാ ക്യാഷ് കണ്ടു കടത്തടാ. എന്ത്? എടാ 500-ന്റെ 100-ന്റെ നോട്ടൊക്കെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുക. അതെടുത്ത് വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അങ്ങ് ഇടുക. എന്നിട്ട് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി ക്ലൂവും കൊടുക്കുക. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ പൈസ ഓസിനാരും കൊണ്ടുപോണ്ട. അതിലൂടെ നിങ്ങൾ വൈറലാവിടെ. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം കത്തിക്കേറും. കത്തി അമ്മാവനും കത്തിച്ചാ പോരെ? എടാ എനിക്ക് കത്തിക്കാൻ അറിയാമെങ്കിൽ ഞാൻ കത്തിക്കത്തില്ലായിരുന്നു. ഇതൊന്നും എനിക്ക് കത്തിക്കാൻ അറിയത്തില്ല. എടാ ഇന്നലെ 2 പിള്ളേരെ ചായ കുടിക്കാൻ വന്നപ്പോ അമ്മമാര് പറയുന്നത് കേട്ടതാ. പൈസ വേണ്ടായോ? പൈസയൊക്കെ ഞാൻ തരാന്ന്. നിങ്ങൾ രക്ഷപ്പെട്ട് കണ്ടാ മതി. പിന്നെ ഒരു കാര്യം, എന്റെ കടയുടെ പരിസരത്ത് മാത്രമേ ഒളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നാടാ മക്കളെ ക്യാഷ് കണ്ടിനുള്ള 500. ഗായ്സ്, ഈ പൈസ എവിടെ ഇരിക്കും നിങ്ങൾക്ക് അറിയാമെങ്കിൽ എടുത്തോളൂ. എടാ നമുക്ക് ക്ലൂ ആയിട്ട് ഈ കട മാത്രമേ ഉള്ളൂ. ചേട്ടന്റെ കടയും കൊടുത്തേക്കാം. പോസ്റ്റ് ആക്കട്ടെ. ഇട്ട് നോക്കടാ, ക്യാഷ് ഉണ്ട് നമ്മുടെ നാട്ടിലും. ഈ കട ഞാൻ എവിടെയോ. എടാ ഇതിലല്ലോ അങ്ങേരുടെ കടയാടാ. ഇത് എനിക്ക് അറിയാവൂടാ. പെട്ടെന്ന് പോയി നോക്കാം. റീച്ച് കേറുന്നു. അണ്ണന്റെ കടയുടെ ഒന്ന് ഭയങ്കര നിനക്ക് വൻ ജനസാഗരം. നമ്മുടെ വീഡിയോ ഇട്ടിട്ട് അഞ്ഞു വാടാ. ഇനി ഇങ്ങനെ മുന്നിലടി എങ്ങനെ ഉണ്ടോ? എന്നാ ഈ കുപ്പി പൊട്ടിച്ചോട്ടെ അണ്ണാ. അയ്യാടാ കിതക്കുന്നു. അയ്യോ, നമുക്കൊരു വെള്ളം കുടിച്ചാലോ? പറയാം 5 വെള്ളം. ചേട്ടാ 5 വെള്ളം തോണ്ടാ. ഒരു കൂട്ടം പട വരുന്നത്. പെട്ടെന്ന് തപ്പണ. അയ്യോ തപ്പിക്കോ. ഹലോ, കടയിലേക്ക് 4 ബംഗാളി പണിക്ക് വിടണേ. ഇവിടെ ഭയങ്കര തിരക്കാ കേട്ടോ. പെട്ടെന്ന് വിടണേ. അതെ ചേട്ടാ, ഇവിടെ അടുത്തേക്കാണ് റൂം കിട്ടുമോ? ഞങ്ങൾ ഈ ക്യാഷ് ഫണ്ടിന് വന്നതാണ്. പൈസ ഇതുവരെ കിട്ടില്ല. അത് കിട്ടിയിട്ടാ ഞങ്ങൾ പോത്തത്. അപ്പൊ താമസിക്കാനായിട്ട് റൂമിൽ എങ്ങനെ പോകണ്ട കേട്ടോ. ഹോം സ്റ്റേ അവൈലബിൾ നൗ. എടീ ഭാർഗവി, പായം കൊണ്ട് വരിച്ചേ. 2-3 പിള്ളേരുണ്ട്. മോളാ എന്റെ അമ്മൂമ്മ പോടാറുകയും. അല്ലേട്ടാ, ഇന്നത്തെ ക്യാഷ് ഫണ്ട് പൈസ ആർക്ക് കിട്ടിയതറിയാവോ? അത് കിട്ടണ്ടവരും കിട്ടിക്കാണും പോലെ. എന്റെ പൈസ ഇപ്പൊ അങ്ങനെ ഒരു തെണ്ടിയും കൊണ്ടുവേണ്ട. അങ്ങനെ ആ മണ്ടന്മാരെ പറ്റിച്ച് കച്ചവടം ഇല്ലാത്ത എന്റെ കടയിൽ കച്ചവടമാക്കി. അടുത്തേ അവിടെ ആക്കാൻ പൈസ കേട്ടോ. കൊച്ചാട് നമ്മളെ പറ്റിക്കുവാണോ? എടാ അയാള് നമ്മളെ വെച്ച് കച്ചവടം ഉണ്ടാക്കുവാണോ? ഇങ്ങോട്ട് ഇതാരാ പറഞ്ഞേ?
അല്ല അത് നിനക്ക് അറിയാം. അതാ പുള്ളിയുടെ മോളെന്റെ ലൈനാ. നമ്മക്കേ ഇനി അവന്റെ പൈസ വേണ്ട. വേണ്ട. നമ്മള് സ്വന്തമായിട്ട് അധ്വാനിച്ച് അമ്മയുടെ കെട്ടുകാലി പണയം വെക്കുന്നു. നമ്മുടെ പുറകിന് എടാ മക്കളെ, ആരെ ക്യാഷ് കണ്ട് നടത്തുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് അവന്മാരാ. അവന്മാർക്ക് ഇട്ടൊരു പണി ഇരിക്കട്ടെ. അമ്മയുടെ കെട്ടുതാലി പണയം വെച്ച് പൈസ കിട്ടി. നമ്മൾ ഈ പൈസ ഇനി അടുത്ത് എവിടെ വെക്കും? അടുത്ത ഹണ്ട് വെച്ചടാ. പൈസ എല്ലാം പോയല്ലോ. പൈസ പോയി. പക്ഷെ സാരമില്ല, പൈസ ഇനി ഉണ്ടാക്കാം. ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബ് 3 കത്തി നിൽക്കുന്ന അക്കൗണ്ടാ കയ്യിലുള്ള. ഒന്നിനും ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ല, ഒന്നും യൂട്യൂബ് ഒന്നും ഓപ്പൺ ആവുന്നില്ല. ചേട്ടാ ഈ ഫോണൊന്ന് കുത്തിയിടാവോ? നമുക്ക് അപ്പോഴത്തേക്ക് ഈ മരപ്പട്ടിയെ മരം കയറാൻ പഠിപ്പിക്കാം. അവന്മാരുടെ ഫോൺ കൈ കിട്ടിയിട്ടുണ്ട്. ഈ OTP മാത്രം മതിയോ ഹാക്ക് ചെയ്യാന്? OTP ഞാൻ പറഞ്ഞു തരാവേ. എന്നാ പിടിച്ചോ. 52 ചേട്ടാ ഫോണ് മക്കളെ, അടുത്ത ക്യാഷ് കണ്ടിന്റെ പൈസ അമ്മ സ്പോൺസർ ചെയ്യട്ടെ.